ഒച്ച വെച്ച് വെറുതെ എനിക്ക് ജോലി ഉണ്ടാക്കണ്ട. വണ്ടി എടുക്ക. തിരിഞ്ഞു നോക്കണ്ട, മുമ്പോട്ടെടുക്ക. എങ്ങോട്ട്? അതൊന്നും അറിയണ്ട. അവിടെ ഒരുപാട് ഐറ്റംസ് കാണാനുണ്ട്. നമുക്കൊന്ന് ചുമ്മാ കറങ്ങിച്ചു വരാം. വണ്ടി വിട്ടോ. താനെന്ത് നോൺസെൻസ് ആണോ ഈ കാണിക്കുന്നത്? സാറിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒന്ന് ഇവിടം വരെ കൂട്ടിക്കൊണ്ടുവരാനല്ലേ തന്നോട് പറഞ്ഞോളൂ. നോക്കി നിൽക്കാതെ വില കഴിക്കടോ. Now get lost. I'm sorry sir. ഒരബദ്ധം പറ്റിയതാണ്. സാർ ദയവ് ചെയ്ത് ഇതൊരു ന്യൂസ് ആക്കരുത്. വന്നാട്ടെ. സത്യത്തിൽ മാരാർ സാർ ഇതൊന്നും കാണരുതെന്ന് എനിക്കുണ്ടായിരുന്നു. അവനോട് അതൊന്ന് പറയാൻ വിട്ടുപോയി. അവൻ നേരെ സാറിനെ ഇവിടെ കൊണ്ടുവന്ന് ഭേദിയും തുടങ്ങി. കുറ്റവാളികളെ ചോദ്യം ചെയ്യാൻ മൂന്നാം മുറകളൊന്നും പാടില്ലെന്ന് അങ്ങ് മോളിയിരിക്കുന്നവന്മാർക്കൊക്കെ വിളിച്ചു പറയാം. കെട്ടിപ്പിടിക്കുകയോ ഉമ്മ വയ്ക്കുകയും ചെയ്ത ഏതെങ്കിലും പെരുങ്കള്ളൻ സത്യം തുറന്നു പറയുമോ സാറേ? മൂന്നാം മുറയില്ലാതെ ഒന്നും നടക്കില്ലെന്ന് ഞങ്ങളുടെ അസോസിയേഷന് പൂർണ്ണ ബോധ്യം വന്നതുകൊണ്ടാണ് സർക്കാർ അറിയാതെ സ്വന്തം ചെലവിൽ കേരളത്തിൽ ഇതുപോലെ 3 ടോർച്ചറിംഗ് സെന്റേഴ്സ് തുടങ്ങി വെച്ചത്. ഇപ്പൊ ഇതിന് അടിപിടിയ. വളരെ കഷ്ടപ്പെട്ടിട്ടാ എനിക്ക് 2 ദിവസത്തെ ഡേറ്റ് കിട്ടിയത്. ഇന്ന് ലാസ്റ്റ് ഡേയാ. നാളെ രാവിലെ തന്നെ തൃശൂർ എസ് പിയും പാർട്ടിയും എത്തും ടോർച്ചറിങ്ങിന്. അല്ല സാർ അതൊന്നും ശ്രദ്ധിക്കണ്ട. അകത്തെ ചില ചില്ലറ സെറ്റപ്പുകളൊക്കെ നടക്കുന്നുണ്ട്. നടുവിന് ഐസിന്റെ തണുപ്പടിക്കുമ്പോ സത്യം പറഞ്ഞു അല്ലേ? ഓ, എന്നാലും ഒന്നും ഉരിയാടാത്തവന്മാരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു അണ്ണാക്കിലേക്ക് ഇതേ ഈ കുഴൽ കുത്തിക്കയറ്റും. എന്നിട്ട് ഇതിലൂടെ തിളച്ച വെള്ളം ഒഴിക്കും. കുടൽ വെന്ത് കഴിയുമ്പോഴത്തേക്കും ഒരുമാതിരിപ്പെട്ടവനൊക്കെ പറയും. എന്നിട്ട് മിണ്ടാത്തവനൊക്കെ ഇതുപോലെ ഐസിലോട്ട് അങ്ങ് മരത്തി കിടക്കും. എന്നിട്ട് കാൽപാദം രണ്ടും ഇങ്ങനെ കൂട്ടി പിടിക്കും. തലച്ചോറിൽ നിന്നും പുറപ്പെടുന്ന ഞരമ്പുകളുടെ എൻഡിങ് പോയിന്റ് ഇതാണ്. ഈ അയൺ റാഡ് തീയിൽ വെച്ച് പഴിപ്പിച്ച് കാൽ വെള്ളയിലേക്ക് ഇതാ ഇങ്ങനെ അടിക്കാൻ അറിയാവുന്നവൻ അടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ യവന്റെ തലമണ്ട പൊട്ടി തലച്ചോറും ചോരയും പുറത്തു വരും. കണ്ണീന്നും ചെവിന്നും ഒക്കെ ചുളിച്ചുളാന്ന് ചോര വരും. ഇതൊക്കെ സെക്കൻഡ് വേൾഡ് വാർ കാലത്ത് ജാപ്പനീസ് ടോർച്ചറിംഗ് ടെക്നോളജിയുടെ മെത്തേഡ്സ് അല്ലേ? മെത്തേഡ്സ്. എനിക്ക് വീട്ടിൽ പോണം. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോവാൻ ചേട്ടാ. എന്താണോ അവിടെ? ഇവിടെ മനുഷ്യന് ചെവിതല കേൾക്കണ്ടേ? അവന്റെ വായി വല്ല തുണിയോ ചകിരിയോ പിണ്ണാക്കോ വല്ല കുത്തിക്കേറ്റ്. എടോ സൂപ്രണ്ടേ, വെറുതെ മെത്രാണച്ചനെ കുർബാനയെല്ലാം പഠിപ്പിക്കരുത്. അവന്റെ വായിൽ തുണിയല്ല, അമേരിക്ക മാവും ഫെവിക്കോളും കൂടി കൂട്ടി കുഴച്ച് തിരികെ തള്ളിക്കേറ്റിട്ട് പുറത്ത് പ്ലാസ്റ്റർ ഒട്ടിച്ചതാ. കുനിച്ചു നിർത്തി നഷ്ടലിൽ ഒടിയണ വരെ 4 കയറ്റങ്ങൾ കയറ്റി ഇപ്പൊ പശയും പ്ലാസ്റ്ററും കൂടി തള്ളി പുറത്തു പോന്ന്. ഞാനെന്ത് ചെയ്യാനാ? ഈ മാരാർ സാറിനോട് ചോദിച്ചറിയാം. എന്നെ കുറിച്ച് പണ്ട് ഫീച്ചർ എഴുതിയ ആളല്ലേ പത്രത്തില് തുടർച്ചയായിട്ട്. ഞാൻ പോയേച്ചിങ് വരാം. സാർ ഇന്ന് രാവിലെ ഓഫീസിൽ വെച്ച് എന്നോടൊരു കള്ളം പറഞ്ഞു. സാരമില്ല, സത്യം ഇനി പറഞ്ഞാൽ മതി. ആരാണ് ആ ഫോട്ടോഗ്രാഫ്സ് ഓഫീസിൽ കൊണ്ടുവന്നത്? ഗ്രിഗറി, I am under arrest. Bad luck. Huh?
Mr. Mohammed Sarkar, now you can start with. താങ്ക് യു യുവർ ഓണർ. ഇരിക്കണം. യെസ്. എന്താ പേര്? രാമചന്ദ്ര അടിക. മലയാളിയല്ല. അല്ല, പക്ഷെ മലയാളം പറയാൻ കഴിയും. എഴുതാനും വായിക്കാനും അറിയില്ല. സ്വദേശം? മംഗലാപുരത്തിനടുത്ത് ഗദ്ദികഹള്ളി. ഏതുവരെ പഠിച്ചു? ഞാനൊരു ഗ്രാജുവേറ്റ് ആണ്, കൊമേഴ്സ്യൽ ആർട്ടിൽ. സ്പെഷ്യലൈസ്ഡ് ഇൻ പ്രസ് ഫോട്ടോഗ്രാഫി അല്ലേ? അതെ. സോ യു ആർ എ ഫോട്ടോഗ്രാഫർ ബൈ പ്രൊഫഷൻ? അതെ. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? പറയണം. ആരെയും ഭയപ്പെടാതെ പറയൂ. വിച്ച് ഫേം? ഷെട്ടി കോർപ്പറേഷൻ. ഈ ഷെട്ടി കോർപ്പറേഷനിൽ ഒരു കമേഴ്ഷ്യൽ ഫോട്ടോഗ്രാഫർക്ക് എന്താണ് ജോലി? ഞാനിവിടെ അഡ്വർടൈസിംഗ് ആൻഡ് ഡിസൈനിങ് സെക്ഷനിലെ സീനിയർ ഫോട്ടോഗ്രാഫർ കം വിഷ്വലൈസർ ആണ്. ഗുഡ്. ഈ മരിച്ചു കിടക്കുന്ന ആളാരാണെന്ന് അറിയോ മിസ്റ്റർ രാമചന്ദ്ര അടികയ്ക്ക്? അറിയാം. ആരാ? റഹീം ഹാജി. ഈ ഫോട്ടോഗ്രാഫ് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എവിടെ? ഇത് മാതൃരാജ്യം പത്രത്തിൽ വന്ന ഫോട്ടോഗ്രാഫാണ്. മലയാളം എഴുതാനും വായിക്കാനും അറിയാത്ത മിസ്റ്റർ രാമചന്ദ്ര അടിക റഹീം ഹാജി കൊല്ലപ്പെട്ട ദിവസം മാത്രം ഒരു മലയാള ദിനപത്രം ശ്രദ്ധിക്കാൻ എന്താ പ്രത്യേകിച്ച് കാരണം? അതും മാതൃരാജ്യം. ധൈര്യമായി പറയൂ. ഒരു ക്രിയേറ്റീവ് ടെക്നോക്രാറ്റിന് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് തോന്നാവുന്ന എന്തെങ്കിലും പ്രത്യേകത ഈ ഫോട്ടോഗ്രാഫിൽ ഉള്ളതായി തോന്നിയിട്ടുണ്ടാവും, ഇല്ലേ? ഇല്ല. പിന്നെന്താ ഇത്ര കൃത്യമായി ഓർക്കാൻ കാരണം? ബിക്കോസ് ഈ ചിത്രങ്ങൾ എടുത്തത് ഞാനാണ്. യെസ്. റിപ്പീറ്റ്. റിപ്പീറ്റ് ലൗഡ്. I told you already. Yes, Your Honor. I took these photographs. മീൻസ് ഹാജി വെടിയേറ്റ് വീണ് നിമിഷങ്ങൾക്കകം. അതെ.